ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് ഒരു കായ് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരെന്തെന്ന് അറിയില്ല. അതെ, അവരെ കായന്റെ മാതിരി ഉണ്ടായി ഇത്ര നീളോ ബരി ബരിയായിട്ട്. അതന്ന് കാണിച്ചിന് പേരറിഞ്ഞവര് പറയുന്നു അതുണ്ടായും. അപ്പൊ വീട്ടില് ഇത് അവരെയാ എന്ത് ഏതെന്നൊന്നും നമുക്കറിയില്ല. ആർക്കെങ്കിലും അറിയാണെങ്കിൽ എന്റെ പേര് കമന്റ്. അതെ, അപ്പൊ അങ്ങനെ ഈ ഇതൊരു സാധനം നമ്മളെ വീട്ടില് അച്ഛൻ നട്ടിട്ടുണ്ടായി. ഇത് അതിന്റെ പിന്നെ ഞാൻ ഇത് എവിടെയും കണ്ടിട്ടില്ല. കൊറേ കൊല്ലം മുമ്പ് 10-20-27 കൊല്ലം മുമ്പേ കല്യാണം എല്ലാം ആവണൊക്കെ മുമ്പേ കുട്ടികൾ നമ്മള് ചെറിയ 1ാം ക്ലാസ് 5ാം ക്ലാസ് എല്ലാം പഠിക്കുന്ന ടൈമില് 5ാം ക്ലാസ് എല്ലാം പഠിക്കുമ്പോ അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു നാരുണ്ടായാ ഇതിങ്ങനെ എടുക്കാൻ ഇതാ കണ്ട ഇതിങ്ങനെ ഒരു നാര്. അപ്പൊ അത് കുറച്ച് മൂത്തതില് മാത്രമേ ഉള്ളൂ, ഇതിലില്ല. അപ്പൊ ഇതിനെ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കും. ഇത് ഇങ്ങനെ കട്ടാക്കി കൊടുക്കണം നമ്മള്. ഇതിങ്ങനെ റൗണ്ട് ഇങ്ങനെ കട്ടാക്കണം. കട്ടാക്കിട്ടെല്ലാം കൊടുക്കണോ ആ സമയത്ത്. ഇപ്പത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കറിക്ക് വീട്ടില് കട്ടാക്കി കൊടുക്കണം. വീട്ടില് കട്ടാക്കി കൊടുക്കണം. അപ്പൊ ആ സമയത്ത് നമ്മള് ചെറിയ പ്രായത്തിലുണ്ടാവും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പലകയൊന്നും ഇല്ല. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വെച്ച് കാട്ടിക്കുന്നത് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തെങ്കിൽ നമ്മുടെ അച്ഛമ്മ ഉണ്ടല്ലോ, അച്ഛമ്മ ഉണ്ടായി കുറച്ച് വയസ്സായിട്ട് അച്ഛമ്മ വറവാക്കി തരുവല്ല. അന്നത്തെ ദിവസം കഞ്ഞിയും നമുക്ക് ഉപ്പേരി. അപ്പൊ നമ്മളെ കഷ്ടത്തിന്റെ കാലം അത്. അപ്പൊ ഇത്ര കഞ്ഞി ഉണ്ടാവും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അത് ഈ വറവിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ ഇതിന്റെ അത്ര രുചി ഉണ്ടായി. ഞാനത് പറയാൻ പോവാനാ വിചാരിച്ചത്. ഇത്ര നല്ല ഞാന് ചന്തല കണ്ടിട്ട് അന്ന് എന്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല അമേരിക്കാണ്. ഞാൻ ഈ അത് കണ്ടിട്ട് ഒരു 2-3 മാസമായി. ഞാൻ ഇപ്പോ കാണുമ്പോ ഓപ്പസ് മേടിച്ചത് 30 റുപ്യ. അത് ആ ഒരു കെട്ട് ആ 30 റുപ്യ എന്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മേടിച്ചിട്ട് വന്നു. അതെന്താ അറിയരുത്, ഇതും നമ്മുടെ വീട്ടില് ചന്തന്നൊന്നും കൊണ്ടിട്ടില്ല. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ ആരും നെട്ടെന്നറിയില്ല. നമ്മളെല്ലാം ചെറുപ്പോ അപ്പെല്ലാം ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ നെറ്റ് പൊടിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ നമ്മളൊരു എസ്റ്റേറ്റില് പണിയെടുത്തുണ്ടായി. അപ്പോ ഇങ്ങനെ നിറച്ചും പിടിച്ചിട്ടുണ്ടായി. അപ്പൊ കറിക്കൊന്നുമില്ലല്ലേ ആ സമയല്ലേ. അപ്പൊ ഇത് പറിച്ചിട്ട് അമ്മ പണി വിട്ട് വന്നിട്ട് ഇത് പറിച്ചിട്ട് പരിപ്പുണ്ടപ്പോ ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായി. കറി വെച്ച് എന്ത് ടേസ്റ്റ് ഇത്. പന്തലിട്ടിട്ട് പന്തലില് ഇങ്ങനെ വള്ളി വിട്ട് കൊടുത്തെങ്കില് എല്ലാ കായും ഇത് ഇങ്ങനെ ഉണ്ടാവും. തൂങ്ങിട്ട് പറയല്ലേ, മരത്തിന് വിട്ടാൽ നല്ല സ്റ്റൈലായിട്ടും ഉണ്ടാവും. നമ്മള് മരത്തിൽ കയറി പറിക്കണം അങ്ങനെ ഒന്നും അല്ല. നിന്ന് പറിക്കാം. ഇങ്ങനെ ഇതുണ്ടാവില്ല, ഈ കായ താഴെ തൂങ്ങിണ്ടാവും. ഇങ്ങനെ നുള്ളി പറിക്കാം. അപ്പൊ അങ്ങനെയല്ല നമ്മളെ ചെറുപ്പക്കാലം. അപ്പൊ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല. അറിയാതെ നല്ല പോലെ ഇരിക്കട്ടെ അവര്. നമ്മളെ പോലെ അവര് കഷ്ടപ്പെടുന്ന വേണ്ടല്ലേ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത് നമ്മളെ അമ്മ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് ഒന്ന് കാട്ടിച്ചിട്ട് വരാം. അമ്മക്ക് ഇത് ഓർമ്മ ഉണ്ടാ നോക്കാം ചോദിക്കാം. സസ്പെൻസ് ആയിട്ട് നമ്മൾ ആരും പറയണ്ട. ഇതെന്താ കായിന്റെ പേര് ചോദിക്കാം. അമ്മ മറന്നനാ ഇല്ലെന്ന് ഒന്ന് ടെസ്റ്റ് ആക്കാം അല്ലേ. ഇത് എന്ത് കായെന്ന് അറിയൂല. നമ്മളെ ചെറുത് ഞാൻ കണ്ടിന് കുറഞ്ഞിട്ട് കറി വെക്കുന്നതല്ല. അതിന്റെ പേര് എനിക്കറിയില്ല കേട്ടാ. ഇന്ന് വരയ്ക്കും നമുക്ക് ഇതിന്റെ പേരെന്താന്ന് കിട്ടുന്നില്ല. ഇത് ഏടിയാൻ കൊണ്ട് അപൂർവത്തിലേ കാണുള്ളൂ. പിന്നെ ഇങ്ങനെ ചന്തയിൽ പച്ചക്കറി വെക്കുന്ന അങ്ങനെ വിത്തതും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയത് കണ്ടിന് വള്ളിയിലാവുന്നത്. പിന്നെ പേരെനിക്കറിയില്ല. പയപ്പാങ്ക് കാണുന്ന കൊണ്ട് പേരറിയില്ല.
ഇത് ഇപ്പൊ കൊറേ കാലം ഇത് കണ്ടിട്ടില്ല, ഇവിടെ ചന്തയിലൊന്നും ഇല്ലായിരുന്നു. അതെ. ഇതിപ്പോ എന്തോ ബാലട്ടനിക്ക് കണ്ടിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. പഴയ ഓർമ്മ തിന്നു. അത് ഓർമ്മ കൊണ്ടുവന്നേ. അപ്പൊ ഇത് നമുക്ക് ഇന്ന് വറവാക്കണം. അങ്ങനെ ഞാൻ വറവാക്കിട്ട് വരാം. ആയിപ്പാ. പിന്നെ ഇതിന്റെ പേര് അറിയുന്നവര് ആരെങ്കും കമന്റില് അറിയിക്കട്ടെ നമുക്ക്, അല്ലേ? നമ്മക്ക് അറിയൂല ഇതിന്റെ പേര്. ക്ലീൻ ആയിട്ടുണ്ടല്ലേ, പീരക്കായിന്റെ മാതിരി നല്ല ബരി ബരി ആയിട്ടുണ്ട്. തിന്നിട്ടുണ്ട്, ഇത് തിന്നിട്ടുണ്ട്. ചെറുതിനെ പറിച്ചിട്ട് പച്ച തിന്നുമ്പോ കറി വെക്ക കുട്ടികളെ പച്ച തിന്ന് തീർക്കണ്ടാണ് അമ്മ പറഞ്ഞതും അറിയാ. ചെറിയ ഉറപ്പോ അങ്ങനെ പിന്നെ കാണാം. ഞാനും അമ്മയും എല്ലാം വാക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മ ഇവിടെ കട്ടാക്കിയോണ്ടുണ്ട്. അമ്മ കണ്ടതേ ഇപ്പൊ അത്ര. അതെ അമ്മ, അതെ കട്ടാക്കിയോണ്ട് ബറൂക്ക ഗുഡ്. നേരത്തെ പറഞ്ഞുണ്ടല്ലോ ഇത് ആ കർഗസ കൈ വന്നിട്ട് ഇങ്ങനെ 3 മുക്കായിട്ട് ഇത്ര നീളുള്ളത്. എന്ത് ടേസ്റ്റ്! നമ്മള് പണ്ട് ചെറുപ്പകാലത്ത് തിന്ന ടേസ്റ്റ് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് ഇത്. അപ്പൊ തിന്ന ഇത് ഉച്ച സമയത്തല്ലേ നമുക്ക് കിട്ടി കഞ്ഞിയും വറവെല്ലാക്കിട്ട്. വേറും കഞ്ഞി മതി ഉച്ച സമയത്ത്. കഞ്ഞി ഈ വറവ് മതി, നല്ല കഞ്ഞി പോകും. വരച്ച് തിന്ന സൂപ്പറുണ്ട്, അടിപൊളിയായിരുന്നു, അടിപൊളി. അമ്മേന്റെ ഒപ്പം വരുന്നുണ്ട്. ബുദ്ധി കട്ടടെ ഒരു വയസ്സമാര് പറയുന്നത് ഒരു ലേസം കൂടി അവസരമല്ല. ബങ്ങനൊക്കെ കൊത്താൻ ബുദ്ധി കെട്ടത് കൊത്താൻ പോണത് അമ്മനെ. നീയാ നാനാ നോക്കാം, അതെ 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 അതെ. നീയാ നാനാ നോക്കാം. വാടാ വാടാ വാ, നോക്കട്ടെ നോക്കട്ടെ. വാ വാ, നീയാ നാനാ, നീയാ നാനാ. എന്താ എന്താ എന്താ? ഓഹോ, എങ്ങനാക്കിനല്ലേ? അമ്മ ഇവിടെ നോക്ക്, പന്നി അതേ നായി കുറയ്ക്കുന്ന എന്തുണ്ടായി. മൻസം തോണ്ടുന്ന മാതിരി അകത്താക്കി വെച്ച് വന്നിട്ട് ഇവിടെ 2-3 ചേമ്പുണ്ടാവും. നോക്ക് പറിച്ച് എറിഞ്ഞു. ഇതിന്റെ കണ്ടല്ല തിന്നു. കിഴങ്ങ് തിന്നിട്ട് ചെടീനെ വലിച്ച് എറിഞ്ഞിട്ടുള്ളത്. അതാ ഇതാ, ഇതെല്ലാം ഇങ്ങനെ കളിച്ചിട്ട് പോയിന്ന്. മനസ്സമാരാ നേരത്തെ എന്താ നായി കുറയ്ക്കെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവര് ചൂടി കളയില്ലേ. ഇതാ കുറഞ്ഞുണ്ടാക്കി മണ്ണൂടെ താഴെ തള്ളിട്ടിനല്ലേ. ഇത്ര മണ്ണ് കുത്തിയിട്ട് ഇളക്കിനല്ലമ്മ. കുറഞ്ഞു നോക്ക്, ഒരു കർമ്മോസ് ചെടി ഇവിടെ ഉണ്ടായ ആ ചെടീന്റെ ചപ്പൂന്ന് കുടിച്ചത് കായീന്ന് കുടിച്ചത് തിന്നിട്ട് പോയിട്ട് ഇപ്പൊ മുരടില് 2 ഇല വിട്ടുന്നു. ഇനി എപ്പ അതിനുള്ളിൽ വരയ്ക്കാൻ പറ്റുന്ന. ഇതെന്തോ ഒരു കാട്ടിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന മാതിരി കാട്ടു പന്നിയും കുരങ്ങും ആനയും പുളി ഇറങ്ങിന്ന് പറഞ്ഞ് ഇതെല്ലാം കേൾക്കുമ്പോ കുട്ടികൾക്കും ഞങ്ങൾക്കും പേടി തന്നെ. അയ്യാ പുറത്തിറങ്ങാന്ന്. അതെന്താ നായി കുറയ്ക്കുന്ന കൊണ്ട് ആയത്ര പേടിയല്ലേ. അങ്ങനെ ഇതാ പന്നികളുടെ പനി. അത് ഇനി കാപ്പി ഇവിടെ നോക്കുമ്പോ പന്നിന്റെ കാല നായിന്റെ കാല
ആ പന്നി ഇറങ്ങി. കാപ്പി ഇങ്ങനെ ഉണ്ട്. ഇത് പൗക്കുമ്പോ പന്നി ഇതിനെയും ചപ്പി തിന്നിട്ട് പോവുക എന്തോ, അതാ കാണില്ലേ. അതെ, ഒരു ചപ്പ് ഇല്ലാണ്ട് ആ ചെടി നിന്നിട്ടുണ്ട്. ഇനി അതും ഊരി ഊരി തിന്നിട്ട് പോവുക എന്തോ. എന്താ നല്ല രസം ഇവിടെ നിക്കാൻ, ഒരു നല്ല തണുപ്പല്ലമ്മ. ആപ്പാ നല്ല പുറത്തിന്റെ കാറ്റും മരത്തിന്റെ കാറ്റും. മരം ചെടിയെല്ലാം ഉണ്ടായെങ്കിൽ കാറ്റ് അധികം. ഇതാ കാണില്ലേ, അങ്ങനെ നല്ല കാറ്റ്, നല്ല തണുപ്പും. വെയിലത്ത് പോകാം. ആ പോകും. അവിടെ ഒരു കാറ്റുണ്ട്. ആ കരിയെല്ലാം ചുറ്റിട്ടുണ്ട്. കാറ്റുമാ അല്ലേ, കാറ്റ് ഭയങ്കര. ഇത് രാത്രി കൂക്കുണ്ടല്ലേ. അതെ, കൂക്കുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞോണ്ടുണ്ടായി. അതൊന്നും മാത്രമേ കൂക്കിയോണ്ടും കൊത്തിയോണ്ടും ഉണ്ടായത്. ഇപ്പൊ അതിന്റെ കൂടെ കൂടിയിട്ട് ഇതും കൂക്കണ് അതും കൂക്കണ്. അതെ, രാത്രി കൂക്കല്. അതും കൊത്തുന്ന് ഇതും കൊത്തുന്ന്. അയാ ഇതാ കൊത്തിട്ട് ഇടീ മുറിയാക്കിട്ട്. അല്ല മനസ്സനെയും ഇത് ആദ്യം കൊത്തിയോണ്ടുണ്ടായത്. അങ്ങനെ ഇവ മൂപ്പനായി. ഇപ്പൊ വലിയ സൈസിന്റെ കോഴിയായി. അവനാണ് ചിട്ട. അതാ കാണില്ലേ, മനസ്സിൽ എല്ലാം ഒരിക്കലേ കൊടുന്നതമ്മ. കൊടുന്നിട്ട് ഇതിന് സുഖമില്ലാതെ ആയിട്ടുണ്ടായി. നമ്മള് മരുന്നെല്ലാം വാങ്ങിട്ട് കൊടുത്ത പിന്നെ ദിവസമായി. മാത്രം അതിന്റെ കൊത്ത് കൊണ്ടിട്ട് ഇതാ പുല്ലിട്ടും അത് കൂക്കുന്നതിന്റെ ഇരട്ട ഇത് കൂക്കുന്നുണ്ട്. അയ്യാ നല്ല വലിയ മൂപ്പനായി പോയി. വീട്ടിലേക്ക് ഒരു മൂപ്പണ. ഇതിനെ മാത്രമേ കിട്ടുള്ളൂ പിടിക്കാനും. അതെ, എല്ലാത്തിനും ഇതിനെ കിട്ടുള്ളൂ. അതെ, മറ്റേതിനെ കിട്ടൂല. അത് കൊത്തുണ്ട്. അത് ഒരു കൊത്തിട്ട് അത് ഓടിയാലും ഇത് ഓടൂല. ചിറകിനെ ചരച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കളമ്പണ് വരും. കൊത്തു. ഇതാ ചെവിട് കൊടുക്കുന്നത് കേൾക്കുന്നില്ലേ. ഓണെന്നെ പറയണെന്ന് പറഞ്ഞിട്ട് നിന്നെ പറയുന്നത്. നിന്നെ പറയണേ. അങ്ങനെ നമ്മുടെ വറവെല്ലാം നല്ല കണ്ടീഷൻ ആയിട്ടുണ്ടായി. നല്ല ഉണ്ടായി. പേര് മാത്രമേ അറിയില്ലൂ. അപ്പൊ അതിന്റെ പേര് അറിയുന്നവര് കമന്റിൽ അറിയിക്കണം. അതെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് അതെ. ബൈ.